കൊടിക്കുന്നിൽ സുരേഷിന് സരിത ചേച്ചി അറിയാം. സരിത പത്രസമ്മേളനം നടത്തിയപ്പോ അതിലേറ്റവും വലിയ ക്യാപ്റ്റനും ചാമ്പ്യനുമായിരുന്നത് മിസ്റ്റർ കൊടിക്കുന്നിൽ സുരേഷാണ്. പിന്നെ സുരേഷിന് കരിക്ക് കുടിക്കാൻ മോഹമുണ്ടായാൽ ഷാലു മേനോനെ വിളിച്ചു വരുത്തും. എന്നിട്ട് ഷാലു കാപ്പി കൊടുക്കും, കരിക്ക് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള മഹാനാണ് ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ്. ഇതറിയാത്തവരായിട്ട് ആരും ഈ കൊട്ടാരക്കരയിലില്ല, കേരളത്തിലില്ല. പിന്നെ വേറൊരു നേതാവ് മൂന്നാളെ വെച്ച് യാത്ര ചെയ്താൽ അതിൽ ഈ സബ് ഇൻസ്പെക്ടർ ഉദ്ദേശിക്കുന്ന ആളെ പിടിച്ചു നിർത്തി കുനിച്ചു നിർത്തി അവനെ അപായപ്പെടുത്തുന്ന രീതിയിൽ ക്രൂരമായി മർദ്ദിക്കുക എന്നുള്ളതാണോ നിയമം? അല്ലല്ലോ, അത് നിയമലംഘനമാണ്. ഒന്നാമത്തെ തെറ്റ് നിയമലംഘനം നടത്തി. നിങ്ങൾ കേസെടുത്തോ? സാധാരണ 3 പേരെ ബൈക്കിൽ വെച്ച് യാത്ര ചെയ്ത ആളുകൾക്ക് കൊടുക്കുന്ന കേസ് എന്താണോ ആ കേസെടുക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ അവരെ കൈകാര്യം ചെയ്ത് ഭേദ്യം ചെയ്ത് മറ്റൊരു കേസിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ വന്നതിന്റെ ചൊരുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ആ പാവം ഞങ്ങളുടെ പ്രവർത്തകനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരില് കേരളം മുഴുവൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെയും ഭാരതീയ ജനതാ പാർട്ടിയെയും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ മിസ്റ്റർ കൊടിക്കുന്നിൽ സുരേഷ് ഒരു കലാപരിപാടികൾക്ക് ആസൂത്രണം നൽകിയിട്ടുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മാധ്യമങ്ങളില്ലാത്ത കാലത്ത് സംഘപ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ. ഞങ്ങൾക്ക് പത്രങ്ങൾ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് മാധ്യമങ്ങളുടെ സഹായം ഉണ്ടായിരുന്നില്ല. 1925 തുടക്കം കുറിച്ചിട്ടുള്ള ഈ മഹാപ്രസ്ഥാനം ഇന്ന് ഭാരത രാജ്യത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രി RSSകാരനാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി എന്നുള്ളതാണ്. 12 വയസ്സിൽ 8 വയസ്സിൽ കാക്കി ട്രൗസർ ഇട്ട് സംഘശാഖയിൽ പോയി. 12ാമത്തെ വയസ്സിൽ ചായ കച്ചവടം അച്ഛനെ സഹായിക്കാൻ വേണ്ടി. 20 കഴിഞ്ഞപ്പോ RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകൻ. പിന്നീട് നമ്മൾ കാണുന്നത് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ പതിറ്റാണ്ടുകൾ ഏറ്റെടുത്ത് 50 പിന്നിട്ടപ്പോ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി. ആ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയെ കണ്ടപ്പോ നെറ്റി ചുളിച്ചുകൊണ്ട് ഓരെ ഞാൻ തൊടൂല എന്ന് പറഞ്ഞ സഖാവ് അച്യുതാനന്ദൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പം മാറി നിന്ന സഖാവ് അച്യുതാനന്ദൻ വരെ ഒരു കൈ അകലത്തിൽ നിർത്തിയിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണഘടനയനുസരിച്ച് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആ നരേന്ദ്രമോദിക്ക് ഐത്തം കൽപ്പിച്ചപ്പോ 50 കഴിഞ്ഞപ്പോ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി. ഒരു വിഭാഗം വരുന്ന മാധ്യമങ്ങൾ ക്രൂരമായി വേട്ടയാടപ്പെട്ട ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി RSSകാരനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ന് 60 പിന്നിട്ടപ്പോ ഭാരതം എന്ന് പറയുന്ന 125 കോടിയിൽ പരം ജനങ്ങൾ ജീവിക്കുന്ന രാജ്യത്തെ 282 MP-മാരെ താമര ചിഹ്നത്തിൽ ഒറ്റയ്ക്ക് വിജയിപ്പിച്ചുകൊണ്ടാണ് ഈ പാർലമെന്റിനകത്ത് RSSകാരനായിട്ടുള്ള പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണൂരില് ഞങ്ങളുടെ ഒരു പ്രവർത്തകനെ, ഒരു നേതാവിനെ, മനോജേട്ടനെ കൊന്ന് കൊലവിളിച്ച് ആ മനോജേട്ടന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒത്തുകളിച്ചുകൊണ്ട് അവിശുദ്ധ സഖ്യമുണ്ടാക്കി അവിടുത്തെ പ്രതികളെ രക്ഷിക്കാൻ പരിശ്രമിച്ചപ്പോ കേന്ദ്രത്തിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. ക്യാ സമാചാർ മിസ്റ്റർ ഉമ്മൻചാണ്ടി എന്ന് ചോദിക്കാൻ കേന്ദ്രത്തിൽ ഒരു ഉരുക്ക് മനുഷ്യൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് മുന്നോട്ട് വന്നുവെങ്കിൽ മറുപടി പറയിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊണ്ട്. എന്താണ് കണ്ണൂരിൽ നടക്കുന്നത് എന്ന് ചോദിക്കാൻ ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഒരു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നല്ല മനസ്സിന്റെ അച്ചടക്കം കയ്യിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്താ കാരണമെന്നറിയുമോ? ഈ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവന്മാർക്ക് വേണ്ടി എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കരതലങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ജപിച്ചുകൊണ്ട് ഓരോ ദിവസത്തെയും കർമ്മങ്ങൾ തുടങ്ങണമെന്നാണ് സംഘപരിവാർ പ്രസ്ഥാനം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ, എല്ലാവർക്കും സുഖമുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്നതെങ്കിൽ RSSകാരന്റെ കാവിക്കൊടി കണ്ടാൽ, BJPക്കാരുടെ പതാക കണ്ടാൽ ചില നേതാക്കന്മാർക്ക് വിരളി പിടിക്കുമെങ്കിൽ അവരോടൊപ്പം നിന്ന് അവരുടെ പെട്ടി പിടിച്ച് ഞങ്ങളുടെ അമ്മമാരോടും സ്ത്രീകളോടും വീടിനകത്ത് കയറി ചെന്ന് തോന്നിവാസം കാണിക്കാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് ഈ സ്ഥലം സബ് ഇൻസ്പെക്ടർ ധരിക്കണ്ട എന്ന് ഞാൻ നിങ്ങൾക്കൊരു സൂചന നൽകിയ. ഞങ്ങൾ അങ്ങനെ
ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേകത. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾ പറയില്ല. ചില ഉന്നതരായിട്ടുള്ള പോലീസ് ഓഫീസർമാര് റിട്ടയർമെന്റിന് ശേഷം ആദ്യം പോകുക RSSന്റെ കാര്യാലയത്തിലാണ്. അറിയോ സബ് ഇൻസ്പെക്ടർക്ക് എന്താ കാരണമെന്നറിയുമോ? സർവീസിലിരിക്കുന്ന സമയത്ത് നീതിപൂർവം നിഷ്പക്ഷപൂർവം പ്രവർത്തിക്കാതെ പല പടികളും കേരളത്തിൽ നടത്തിയിട്ടുള്ള ചില ഉന്നതന്മാരായിട്ടുള്ള പോലീസ് ഓഫീസർമാര് റിട്ടയർമെന്റിന് ശേഷം സംഘകാര്യാലയത്തിൽ ചെന്ന് ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരെ കണ്ട് നമസ്കരിച്ചിട്ട് ആശീർവാദം തേടിയിട്ടുള്ള കഥ പരസ്യമായിട്ട് പ്രസംഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊക്കെ ഇപ്പൊ ഞങ്ങളുടെ അനുഭാവികളാണ്, ചില ആളുകളൊക്കെ. പിന്നെ ഈ കൊട്ടാരക്കരയിലെ സബ് ഇൻസ്പെക്ടർ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നല്ലതാ. പോലീസ് സ്റ്റേഷനകത്ത് നടക്കുന്ന ചർച്ച പോലും ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ അവിടെ മോഡി ഫാൻ ആയിട്ടുള്ള പോലീസുകാരുണ്ട് എന്ന് ഈ സബ് ഇൻസ്പെക്ടർ ഒന്ന് മനസ്സിലാക്കൂ എന്ന് ജപിച്ചുകൊണ്ട് ഓരോ ദിവസത്തെയും കർമ്മങ്ങൾ തുടങ്ങണമെന്നാണ് സംഘപരിവാർ പ്രസ്ഥാനം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ എല്ലാവർക്കും സുഖമുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്നതെങ്കിൽ RSSകാരന്റെ കാവിക്കൊടി കണ്ടാൽ, BJPക്കാരുടെ പതാക കണ്ടാൽ, ചില നേതാക്കന്മാർക്ക് വിരൽ പിടിക്കുമെങ്കിൽ അവരോടൊപ്പം നിന്ന് അവരുടെ പെട്ടി പിടിച്ച് ഞങ്ങളുടെ അമ്മമാരോടും സ്ത്രീകളോടും വീടിനകത്ത് കയറി ചെന്ന് തോന്നിവാസം കാണിക്കാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കുമെന്ന് ഈ സ്ഥലം സബ് ഇൻസ്പെക്ടർ ധരിക്കണ്ട എന്ന് ഞാൻ നിങ്ങൾക്കൊരു സൂചന നൽകിയ. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേകത. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾ പറയില്ല. ചില ഉന്നതരായിട്ടുള്ള പോലീസ് ഓഫീസർമാര് റിട്ടയർമെന്റിന് ശേഷം ആദ്യം പോകുക RSSന്റെ കാര്യാലയത്തിലാണ്. അറിയോ സബ് ഇൻസ്പെക്ടർക്ക് എന്താ കാരണമെന്നറിയുമോ? സർവീസിലിരിക്കുന്ന സമയത്ത് പിന്നീട് നമ്മൾ കാണുന്നത് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ പതിറ്റാണ്ടുകൾ ഏറ്റെടുത്ത് 50 പിന്നിട്ടപ്പോ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി, ആ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയെ കണ്ടപ്പോ നെറ്റി ചുളിച്ചുകൊണ്ട് ഓരെ ഞാൻ തൊടൂല എന്ന് പറഞ്ഞ സഖാവ് അച്യുതാനന്ദൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ മാറി നിന്ന സഖാവ് അച്യുതാനന്ദൻ വരെ ഒരു കൈ അകലത്തിൽ നിർത്തിയിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണഘടനയനുസരിച്ച് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആ നരേന്ദ്രമോദിക്ക് ഐത്തം കൽപ്പിച്ചപ്പോ 50 കഴിഞ്ഞപ്പോ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ഒരു വിഭാഗം വരുന്ന മാധ്യമങ്ങൾ ക്രൂരമായി വേട്ടയാടപ്പെട്ട ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി RSSകാരനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ന് 60 പിന്നിട്ടപ്പോ ഭാരതം എന്ന് പറയുന്ന 125 കോടിയിൽ പരം ജനങ്ങൾ ജീവിക്കുന്ന രാജ്യത്തെ 282 MP-മാരെ താമര ചിഹ്നത്തിൽ ഒറ്റയ്ക്ക് വിജയിപ്പിച്ചുകൊണ്ടാണ് ഈ പാർലമെന്റിനകത്ത് RSSകാരനായിട്ടുള്ള പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണൂരില് ഞങ്ങളുടെ ഒരു പ്രവർത്തകനെ, ഒരു നേതാവിനെ കൊടിക്കുന്നിൽ സുരേഷിന് സരിത ചേച്ചി അറിയാം. സരിത പത്രസമ്മേളനം നടത്തിയപ്പോ അതിലേറ്റവും വലിയ ക്യാപ്റ്റനും ചാമ്പ്യനുമായിരുന്നത് മിസ്റ്റർ കൊടിക്കുന്നിൽ സുരേഷാണ്. പിന്നെ സുരേഷിന് കരിക്ക് കുടിക്കാൻ മോഹമുണ്ടായാൽ ഷാലു മേനോനെ വിളിച്ചു വരുത്തും. എന്നിട്ട് ഷാലു കാപ്പി കൊടുക്കും, കരിക്ക് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള മഹാനാണ് ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ്. ഇതറിയാത്തവരായിട്ട് ആരും ഈ കൊട്ടാരക്കരയിലില്ല, കേരളത്തിലില്ല. പിന്നെ വേറൊരു നേതാവ് മൂന്നാളെ വെച്ച് യാത്ര ചെയ്താൽ അതിൽ ഈ സബ് ഇൻസ്പെക്ടർ ഉദ്ദേശിക്കുന്ന ആളെ പിടിച്ചു നിർത്തി കുനിച്ചു നിർത്തി അവനെ അപായപ്പെടുത്തുന്ന രീതിയിൽ ക്രൂരമായി മർദ്ദിക്കുക എന്നുള്ളതാണോ നിയമം? അല്ലല്ലോ, അത് നിയമലംഘനമാണ്. ഒന്നാമത്തെ തെറ്റ് നിയമലംഘനം നടത്തി. നിങ്ങൾ കേസെടുത്തോ? സാധാരണ 3 പേരെ ബൈക്കിൽ വെച്ച് യാത്ര ചെയ്ത ആളുകൾക്ക് കൊടുക്കുന്ന കേസ് എന്താണോ ആ കേസെടുക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ അവരെ കൈകാര്യം ചെയ്ത് ഭേദ്യം ചെയ്ത് മറ്റൊരു കേസിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ വന്നതിന്റെ ചൊരുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ആ പാവം ഞങ്ങളുടെ പ്രവർത്തകനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരില് കേരളം മുഴുവൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെയും ഭാരതീയ ജനതാ പാർട്ടിയെയും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ മിസ്റ്റർ കൊടിക്കുന്നിൽ സുരേഷ് ഒരു കലാപരിപാടികൾക്ക് ആസൂത്രണം നൽകിയിട്ടുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മാധ്യമങ്ങളില്ലാത്ത കാലത്ത് സംഘപ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ. ഞങ്ങൾക്ക് പത്രങ്ങൾ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് മാധ്യമങ്ങളുടെ സഹായം ഉണ്ടായിരുന്നില്ല. 1925 തുടക്കം കുറിച്ചിട്ടുള്ള ഈ മഹാപ്രസ്ഥാനം
ഇന്ന് ഭാരത രാജ്യത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രി RSSകാരനാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി എന്നുള്ളതാണ്. 12 വയസ്സിൽ 8 വയസ്സിൽ കാക്കി ട്രൗസർ ഇട്ട് സംഘശാഖയിൽ പോയി. 12ാമത്തെ വയസ്സിൽ ചായ കച്ചവടം അച്ഛനെ സഹായിക്കാൻ വേണ്ടി. 20 കഴിഞ്ഞപ്പോ RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകൻ മനോജേട്ടനെ കൊന്ന് കൊലവിളിച്ച് ആ മനോജേട്ടന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒത്തുകളിച്ചുകൊണ്ട് അവിശുദ്ധ സഖ്യമുണ്ടാക്കി അവിടുത്തെ പ്രതികളെ രക്ഷിക്കാൻ പരിശ്രമിച്ചപ്പോ കേന്ദ്രത്തിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. ക്യാ സമാചാർ മിസ്റ്റർ ഉമ്മൻചാണ്ടി എന്ന് ചോദിക്കാൻ കേന്ദ്രത്തിൽ ഒരു ഉരുക്കു മനുഷ്യൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് മുന്നോട്ട് വന്നുവെങ്കിൽ മറുപടി പറയിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊണ്ട്. എന്താണ് കണ്ണൂരിൽ നടക്കുന്നത് എന്ന് ചോദിക്കാൻ ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഒരു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നല്ല മനസ്സിന്റെ അച്ചടക്കം കയ്യിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ്. എന്താ കാരണമെന്നറിയുമോ? ഈ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവന്മാർക്ക് വേണ്ടി എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കരതലങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു